പേര് ഗംഭീരമാണ് നാൻസി റാണി. ഇതിലിപ്പോൾ നാൻസി റാണി ആരാണെന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഇവിടെ. ആ പേര് ആർക്ക് യോജിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പോൾ. എൻ്റെ ഇതിൽ ഞാൻ ഒരു പ്രേക്ഷകൻ നൽകി അത് മനുവിൻ്റെ വൈഫിന് ചേർന്ന പേരാണ്, വേറെ ആർക്കും അല്ല. അത്രയും കഷ്ടപ്പെട്ട് വരുന്നു. അങ്ങനെ ഞാൻ പറയത്തില്ല. ഞാൻ പ്രേക്ഷകൻ നിലയിൽ പറഞ്ഞാൽ അത് സിനിമയുടെ ഒരു ക്യാരക്ടറും യോജിക്കുന്നില്ല. ആ പേര് യോജിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ആ പേര് യോജിക്കില്ല. അത് ശരിക്കും മേഡത്തിനുള്ളതാണ്. ഞാനതൊരു അംഗീകാരമായിട്ട് എടുക്കുന്നു. കാരണം ആ മൂവിയും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം എന്നെ അറ്റ്ലീസ്റ്റ് അലിക്കാണെങ്കിലും എല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് കണ്ടുവെങ്കിൽ സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത്. ഇവിടെ വേറെ കുറേ ആർട്ടിസ്റ്റുകളും അജു ഒക്കെ ഒന്നും ഉണ്ടായിരുന്നു. അജു ഒക്കെ ഇത് പറഞ്ഞപ്പോൾ അജു സംസാരിക്കരുത്. അജു പെട്ടെന്ന് മനസ്സിലാകാത്തിലേക്ക് അപ്പം തന്നെ മേഡം വാങ്ങിയാണ് അതിൻ്റെ റിപ്ലൈ കൊടുത്തത്. പക്ഷേ എല്ലാവരും ഇത് നോക്കുന്നു. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഒന്നും ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ലോ. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും നാള് ഷൂട്ടിംഗ് സമയത്ത് മേഡം എന്തെങ്കിലും ലൊക്കേഷൻ പോയിട്ടുണ്ടോ? മനുവുള്ള സമയത്ത് ഞാൻ ഒരു സ്കെഡ്യൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സ്കെഡ്യൂൾ ഒരു 2 days ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അഹാനി ഉണ്ടായിരുന്നതായിരുന്നു. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഭംഗിയായിട്ട് തീർന്ന ഒരു ഷൂട്ടായിരുന്നു, ഒരു സ്കെഡ്യൂളായിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് സ്കെഡ്യൂൾ അങ്ങനെ ഏതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെയും ഒരു സ്കെഡ്യൂളിൽ ഞാൻ പോയിരുന്നു, ലാസ്റ്റ് സ്കെഡ്യൂൾ. അത് മാമുക്കോയൊക്കെ ഉള്ള ഒരു ഒരു സ്കെഡ്യൂളായിരുന്നു. അത് ജസ്റ്റ് വന്നു, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ആക്ച്വലി ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ടിന് പോയേക്കുന്ന 2 ദിവസം. ഈ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ അഹാനേനെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഹാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരിക്കൽ നടന്നിരുന്നു നമ്മുടെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ വെച്ച്. അപ്പോൾ കണ്ടിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ ആക്ച്വലി നേരിട്ട് കണ്ടിട്ടുള്ള മിങ്കിൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. ഈ അഹാനേനെ വിളിക്കുമ്പോൾ അഹാനയുടെ ഫോണാണോ നേരിട്ട് അല്ലെങ്കിൽ മാനേജർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അഹാനേനെ വിളിക്കുമ്പോൾ അഹാനയുടെ ഫോണിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അഹാനയുടെ അമ്മേനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഈ പ്രൊമോഷൻ്റെ കാര്യം അമ്മയെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. പ്രൊമോഷന്റെ കാര്യം ഞാൻ അമ്മേനെ അല്ല അഹാനേനെ തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തിരുന്നു. അതിപ്പോഴല്ല, 1 year ബാക്കാണ്. കാരണം 2023 September 7th നമുക്ക് മമ്മൂക്ക സോങ് റിലീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പും ആ ദിവസം അതിന് ശേഷമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാമോ, ഇതൊന്ന് ഷെയർ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ എന്താണ് അഹാന പറഞ്ഞത്? അന്ന് പറഞ്ഞത് എന്താണ്? സെയിം റെസ്പോൺസ്. അതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഷെയർ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് റീസൺ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിലും എനിക്ക് റീസൺ അറിയണമെന്നും എനിക്ക് നിർബന്ധമില്ല. ഇനിയിപ്പോൾ മനു ചെയ്തതോ അല്ലെങ്കിൽ മനു എന്തെങ്കിലും പറഞ്ഞതോ, ഇനി ആരെങ്കിലും ആ സെറ്റിൽ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലും രീതിയിൽ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അന്ന് അപ്പോളജി ചെയ്താണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് സഹകരിക്കണം എന്ന് തന്നെ ഞാൻ അന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം, മേ ബി. എനിക്കത് ഇൻഡെപ്ത് എനിക്ക് അറിയാനൊരു മാർഗ്ഗവും ഇല്ല. കാരണം അത് മനുവായിട്ട് ബേസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളത്. അപ്പോൾ ഞാനത് ഡിഗ് ചെയ്ത് പോവുക. കാരണം പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടായിട്ടാണ് മനു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഫഷണലി എന്താ നടക്കുന്നതെന്നുള്ളത് ഡിഗ് ചെയ്ത് പോവാറില്ല. അല്ല, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് 1 വർഷം മുമ്പ് ചോദിക്കുകയും ചെയ്തു. അന്നും ഇതേ റെസ്പോൺസ് തന്നെയാണ് അഹാനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയുമ്പോഴും പിന്നീട് അന്ന് ലൊക്കേഷനോടെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് മേഡത്തിന് ബന്ധങ്ങളുണ്ടല്ലോ, ആർട്ടിസ്റ്റുകളുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, സത്യത്തിൽ എനിക്ക് ബാക്കിയുള്ളവരായിട്ടും ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇപ്പോൾ അജു ചേട്ടൻ മാത്രം, മനു മരിച്ചു കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റ് എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, നമ്പർ പലരുടെയും നിന്ന് മേടിച്ചിട്ട്. അപ്പോൾ അവരുടെ വിഷമങ്ങളും ഇങ്ങനെ കൂടെയുണ്ട് എന്തുണ്ടെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞു. അപ്പോൾ ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന ആ ടൈമും അതാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് എനിക്ക് ഒരു ആക്ടേഴ്സുമായിട്ടും ഒരു പരിചയമൊന്നും അങ്ങനെ ഇല്ല. ഞാൻ സെറ്റിലേ ഇല്ലാത്തയാളാണ്. അത് സെറ്റിൽ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും നോക്കിയാൽ എൻ്റെ ഫേസ് ആരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല സെറ്റിൽ. ഞാൻ അതൊന്നുമായിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. മനുവിൻ്റെ മരണശേഷം ഈ മൂവിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്തതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.